യൂസ്ഡ് ടുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ എപ്പോഴാണ് യൂസ്ഡ് ടു ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് ഈ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാം. യൂസ്ഡ് ടു ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്നത് നമ്മളൊരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്യുമായിരുന്നു എന്ന അർത്ഥത്തിൽ സ്ഥിരമായി ചെയ്യുമായിരുന്ന ഒരു പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് സൂചിപ്പിക്കാനാണ് നമ്മളിത് ഉപയോഗിക്കാറുള്ളത്. നോക്കി, ഐ യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ. യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം, V1 ആണ് യൂസ് ചെയ്യേണ്ടത്, വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ഓക്കെ, ഐ യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു, ഞാൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു, അതൊരു സ്ഥിരം ശീലമായിരുന്നു. ദേ യൂസ് ടു വിസിറ്റ് എസ് എവറി സമ്മർ എന്ന് പറഞ്ഞാൽ അവർ എല്ലാ വേനൽക്കാലത്തും അവർ ഞങ്ങളെ സന്ദർശിക്കാറുണ്ടായിരുന്നു, സന്ദർശിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു, ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാനാണ് യൂസ്ഡ് ടു പ്ലസ് വെർബ് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് വെർബിൻ്റെ V1 ഗ്രൂപ്പാണ് ഉപയോഗിക്കുക. ഷീ യൂസ്ഡ് ടു ലിവ് ഇൻ ഡൽഹി എന്ന് പറഞ്ഞാൽ അവൾ ഡൽഹിയിലായിരുന്നു താമസിച്ചിരുന്നത്, പാസ്റ്റ് ഹാബിറ്റാണ്, അവിടെയായിരുന്നു സ്ഥിരമായി താമസിച്ചിരുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ നിത്യജീവിതത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, യൂസ്ഡ് ടുവിൻ്റെ രണ്ടാമത്തെ ഉപയോഗം. പ്രസൻറ്റ് ഹാബിറ്റ് പറയാൻ, പതിവായി ചെയ്യാറുണ്ട് എന്ന് പറയാൻ യൂസ്ഡ് ടു ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. യൂസ്ഡ് ടുവിൻ്റെ മുമ്പിലൊരു ബി ഫോം ഉണ്ടാവും. ബി യൂസ്ഡ് ടു എന്നാണ് പറയുക. ബി എന്ന് പറഞ്ഞാൽ എന്താ? ഈസ്, ആം അല്ലെങ്കിൽ ആറ് എന്ന് പറയുന്ന പ്രസൻറ്റിലെ ബി ഫോംസ് ഇതാണ്. ഈസ്, ആം, ആറ്. ഈ പറയുന്ന ഓക്സിലറി വെർബുകൾ ഏതെങ്കിലും യൂസ്ഡ് ടുവിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് നമ്മൾ വെർബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ING ഉപയോഗിക്കാറുണ്ട്. എനിവേ ബി യൂസ്ഡ് ടു ആണ് ഫ്രേസ്. ബി യൂസ്ഡ് ടു ആണ് ഫ്രേസ് എങ്കിൽ ഇങ്ങനെയാണ് വരിക. ഐ ആം യൂസ്ഡ് ടു വേക്കിംഗ് അപ്പ് ഏർലി. ഇവിടെ ആം എന്ന് പറയുന്നത് ബി ആണ്, ബി ഫോംസ് ആണ്. യൂസ്ഡ് ടു വേക്കിങ്ങിൻ്റെ കൂടെ ING കണ്ടോ? ഓക്കെ, അപ്പോൾ ഐ ആം യൂസ്ഡ് ടു വേക്കിംഗ് അപ്പ് ഏർലി. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, വെറും യൂസ്ഡ് ടു ആണെങ്കിൽ പാസ്റ്റ് ഹാബിറ്റ്, ബി യൂസ്ഡ് ടു ആണെങ്കിൽ പ്രസൻറ്റ് ഹാബിറ്റ്, ഇപ്പം സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യം. അപ്പോൾ ഇവിടെ ഐ ആം യൂസ്ഡ് ടു വേക്കിംഗ് അപ്പ് ഏർലി, ഞാൻ പതിവായി നേരത്തെ എഴുന്നേൽക്കാറുണ്ട്, ഇപ്പോഴുള്ള ശീല. ഷീ ഈസ് യൂസ്ഡ് ടു വർക്കിംഗ് ലേറ്റ്, അവൾ പതിവായിട്ട് വൈകി ജോലി ചെയ്യാറുണ്ട്. വി ആർ യൂസ്ഡ് ടു ഗോയിങ് ദേർ, ഞങ്ങൾ പതിവായി അവിടെ പോകാറുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ബി യൂസ്ഡ് ടു, യൂസ്ഡ് ടു പാസ്റ്റ് ഹാബിറ്റ് ആണെങ്കിൽ ബി യൂസ്ഡ് ടു പ്രസൻറ്റ് ഹാബിറ്റ് ആണ്. ഇനി ഇവിടെ നമുക്ക് ശീലമായിട്ടുള്ള അല്ലെങ്കിൽ പരിചിതമായ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി, ശീലമായി, പരിചിതമായി പറയാൻ വേണ്ടി, അതായത് അക്കസ്റ്റംഡ് ഓർ ഫെമിലിയർ വിത്ത് എന്ന് പറയാൻ നമ്മൾ ഈ പറയുന്ന യൂസ്ഡ് ടു ഉപയോഗിക്കാറുണ്ട്. ഏത് യൂസ്ഡ് ടു? ബി യൂസ്ഡ് ടു ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതാണ്, ഇവിടെയും ബി യൂസ്ഡ് ടു ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഐ ആം യൂസ്ഡ് ടു കോൾഡ് വെതർ. ഐ ആം യൂസ്ഡ് ടു കോൾഡ് വെതർ മീൻസ് ഈ തണുത്ത കാലാവസ്ഥയോട് അല്ലെങ്കിൽ ഈ തണുപ്പ് എനിക്ക് ശീലമായി, എനിക്കിത് ശീലമായി എന്ന് പറയാൻ വേണ്ടിയാണ് ഐ ആം യൂസ്ഡ് ടു യൂസ് ചെയ്യുന്നത്. ഷീ ഈസ് യൂസ്ഡ് ടു വെയറിങ് ഗ്ലാസസ് എന്ന് പറഞ്ഞാൽ അവൾ കണ്ണട ധരിക്കുന്നത് അവൾക്ക് ശീലമായി. വി ആർ യൂസ്ഡ് ടു ഓൺലൈൻ ക്ലാസ്സസ്. ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് പരിചിതമായി, ശീലമായി. വി ആർ യൂസ്ഡ് ടു, വി ആർ എന്ന് പറയുന്നത് ബി ഫോം ആണല്ലേ. യൂസ്ഡ് ടു, അതായത് ആർ യൂസ്ഡ് ടു എന്ന് പറയുമ്പോൾ ബി യൂസ്ഡ് ടു ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ ഇതുപോലെ ഒരു കാര്യം നിങ്ങൾക്ക് ശീലമായി എന്ന് പറയാൻ, നിങ്ങൾ അതിനോട് ഫെമിലിയർ വിത്തായി എന്ന് പറയാൻ, അത് അക്വസ്റ്റംഡ് ടു, നിങ്ങളുടെ ലൈഫിൽ അത് ശീലമായി എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബി യൂസ്ഡ് ടു ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയാണ് ബി യൂസ്ഡ് ടുവിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്.